വർണ്ണാഭമായ വസ്ത്രങ്ങൾ ധരിച്ച ഒരു അപരിചിതനായ മനുഷ്യൻ കയ്യിലൊരു പുല്ലാങ്കുഴലുമായി ഒരു ചെറിയ പട്ടണത്തിലേക്ക് വരുന്നു. അവൻ്റെ സംഗീതം കേട്ട് ഗ്രാമത്തിലെ കുട്ടികളെല്ലാം അവനെ പിന്തുടരുന്നു. പിന്നീട് അവരാരും തിരികെ എത്തിയില്ല. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കഥ നമ്മൾക്കെല്ലാം സുപരിചിതമാണ്. ഇതൊരു കഥ മാത്രമാണോ? ഹാമലിൻ നഗരത്തിലെ മാന്ത്രികനായ കുഴലൂത്തുകാരൻ്റെ കഥ യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുണ്ടായ കഥയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ? മിസ്റ്റിക് മലയാളത്തിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ഇതിഹാസങ്ങളിലേക്കും ചരിത്രങ്ങളിലേക്കും നിഗൂഢതകളിലേക്കും ഊളിയിട്ടിറങ്ങുകയാണ്. നിഗൂഢതകൾ നിറഞ്ഞ പൈറ്റ് പൈപ്പറിൻ്റെ കഥയുടെ പിന്നിലെ സത്യം ഇന്ന് നമ്മൾ കണ്ടെത്തുകയാണ്. ഗ്രിം ബ്രദേഴ്സിലൂടെയും മറ്റ് യൂറോപ്യൻ വേർഷനുകളിലൂടെയും പൈറ്റ് പൈപ്പറുടെ കഥ പ്രസിദ്ധമായി. കഥയുടെ ചുരുക്കം ഇങ്ങനെയാണ്. 1284 ജർമ്മനിയിലെ ഹാമലിൻ നഗരം എലികളെ കൊണ്ട് നിറഞ്ഞു. ആ സമയത്ത് വർണ്ണാഭമായ വസ്ത്രങ്ങൾ ധരിച്ച ഒരു മാന്ത്രികനായ കുഴലൂത്തുകാരൻ ഒരു വലിയ പ്രതിഫലം തന്നാൽ എലികളെ തുരത്താം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നു. നഗരവാസികൾ അയാളുടെ നിബന്ധന അംഗീകരിച്ചു. അവൻ തൻ്റെ മാന്ത്രിക പുല്ലാങ്കുഴൽ വായിച്ചു. എലികൾ അയാളെ പിന്തുടർന്ന് നഗരത്തിന് പുറത്ത് ഒരു നദിയിലേക്ക് പോയി അവിടെ വെച്ച് അവ മുങ്ങി മരിച്ചു. എന്നാൽ നഗരവാസികൾ വാക്ക് പാലിച്ചില്ല. നിരാശനായ പൈപ്പർ മടങ്ങി. പിന്നീട് വീണ്ടും വന്നു. ഇത്തവണ അയാൾ മറ്റൊരു ഈണത്തിലാണ് പുല്ലാങ്കുഴൽ വായിച്ചത്. അതോടെ നഗരത്തിലെ കുട്ടികളെല്ലാം അയാളെ പിന്തുടരുകയും അപ്രത്യക്ഷരാവുകയും ചെയ്തു. ഇതാണ് ഹാമലിൻ നഗരത്തിലെ മാന്ത്രികനായ കുഴലൂത്തുകാരൻ്റെ കഥ. ഗ്രിം ബ്രദേഴ്സ് എഴുതിയുണ്ടാക്കിയ ഒരു കഥയല്ല ഇത്. അവർ അത് എഴുതി വെക്കുന്നതിനും കാലങ്ങൾക്ക് മുമ്പേ ആ പ്രദേശത്ത് വാമൊഴിയായി പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കഥയാണിത്. ഹാമലിൻ നഗരത്തിൻ്റെ ചരിത്രരേഖകളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 1284 വിശുദ്ധരായ ജോണിൻ്റെയും പോളിൻ്റെയും തിരുനാൾ ദിനത്തിൽ ഹാമലിൻ നഗരത്തിലെ 130 കുട്ടികളെ കാണാതായി. അതുമാത്രമല്ല, 1300 കാലഘട്ടത്തിൽ ഹാമലിൻ നഗരത്തിലെ പള്ളിയിലെ ഗ്ലാസ് വിൻഡോയിൽ കുട്ടികളെ നയിക്കുന്ന ഒരു പൈപ്പറുടെ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചിത്രത്തിൽ എലികളില്ല, കുട്ടികൾ മാത്രം. അവിടെ എന്താണ് ശരിക്കും സംഭവിച്ചതെന്നത് ഇന്നും നിഗൂഢമാണ്. പക്ഷേ ഹാമലിൻ്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട എന്തോ ഒന്ന് ജനങ്ങളുടെ മനസ്സിൽ വളരെ ആഴത്തിൽ പതിഞ്ഞ് ഒരു കഥയായി തലമുറകൾ കൈമാറി വരണമെങ്കിൽ അത്രയും പ്രധാനപ്പെട്ട എന്തോ ഒന്ന് അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഹാമലിനിലെ കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങളുണ്ട്. ഏറ്റവും പ്രചാരമുള്ള ചിലത് നോക്കാം. ഒന്നാമത്തേതാണ് കോളനിവൽക്കരണ സിദ്ധാന്തം. 13-ാം നൂറ്റാണ്ടിൽ ജർമ്മൻ ഭരണാധികാരികൾ പുതിയ ഭൂപ്രദേശങ്ങളിൽ താമസിക്കാൻ കിഴക്കോട്ട് കുടിയേറ്റക്കാരെ അയച്ചു. റിക്രൂട്ടറായ ഒരു പൈറ്റ് പൈപ്പറുടെ നേതൃത്വത്തിൽ കിഴക്കൻ യൂറോപ്പിലേക്ക് കുടിയേറിയ യുവാക്കളായിരിക്കാം കുട്ടികൾ. അടുത്തതാണ് പ്ലേഗ് സിദ്ധാന്തം. പ്ലേഗ് അല്ലെങ്കിൽ ഡാൻസ് മാനിയ പോലുള്ള ഒരു രോഗം ഹാമലിനിൽ പടർന്നു എന്ന് ചിലർ പറയുന്നു. പൈറ്റ് പൈപ്പർ മരണത്തിൻ്റെയോ രോഗത്തിൻ്റെയോ പ്രതീകമായിരിക്കാം. കുട്ടികളുടെ തിരോധാനം കൂട്ടമരണത്തെ പ്രതിനിധീകരിക്കാം. മറ്റൊന്നാണ് കുട്ടികളുടെ കുരിശുയുദ്ധം. ഇത് സൂചിപ്പിക്കുന്നത് കുട്ടികൾ വിശുദ്ധ ഭൂമി വീണ്ടെടുക്കുമെന്ന പ്രതീക്ഷയിൽ ഒരു കുരിശുയുദ്ധത്തിൽ ചേർന്നു. പക്ഷേ അടിമത്തത്തിലേക്ക് വിൽക്കപ്പെടുകയോ യാത്രക്കിടയിൽ മരിക്കുകയോ ചെയ്തു. അടുത്ത ഒന്ന് പറയുന്നത് പ്രകൃതി ദുരന്തമോ വലിയ അപകടമോ പോലുള്ള ദാരുണമായ എന്തെങ്കിലും സംഭവിച്ചിരിക്കാം. ആളുകൾക്കുണ്ടായ നഷ്ടത്തിൻ്റെ ആഴം കുറയ്ക്കാൻ ഒരു പൈപ്പറുടെ കഥ കെട്ടിച്ചമച്ച് അതാണ് സംഭവിച്ചതെന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചതുമാവാം. ഇവയൊക്കെയാണ് ഏറ്റവും പ്രചാരത്തിലുള്ള 4 സിദ്ധാന്തങ്ങൾ. രസകരമെന്ന് പറയട്ടെ, ആദ്യകാല കഥകളിൽ എലികളെക്കുറിച്ച് പരാമർശമില്ല. എലികൾ 16-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് പ്രത്യക്ഷപ്പെടുന്നത്. പിന്നെ എന്തിനാണ് അവയെ പിന്നീട് കഥയിൽ കൂട്ടിച്ചേർത്തത്? ഇത് കഥയെ കൂടുതൽ ധാർമ്മികമാക്കിയെന്നാണ് ചില ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത്. വാഗ്ദാനങ്ങൾ ലംഘിക്കരുത്, അല്ലെങ്കിൽ അനന്തരഫലങ്ങൾ നേരിടേണ്ടി വരും. എലികളെ കഥയിൽ കൂട്ടിച്ചേർത്തത് കഥയെ കൂടുതൽ രസകരമാക്കാൻ വേണ്ടിയാണെന്നും ചിലർ പറയുന്നു. എലികൾ നാടകീയമായ ഒരു കൂട്ടിച്ചേർക്കലായിരുന്നു. ഇത് കുടിയേറ്റമോ രോഗമോ ദുരന്തമോ ആകട്ടെ, പൈറ്റ് പൈപ്പർ യൂറോപ്പിലെ ഏറ്റവും വലിയ നിഗൂഢതകളിലൊന്നാണ്. യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് കഥകൾ എങ്ങനെ പരിണമിക്കുന്നുവെന്നും കഥകളിൽ നൂറ്റാണ്ടുകളോളം സത്യത്തിൻ്റെ അംശം എങ്ങനെ നിലനിൽക്കുമെന്നും ഉള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഹാമലിൻ നഗരത്തിലെ മാന്ത്രികനായ കുഴലൂത്തുകാരൻ്റെ കഥ. നിങ്ങൾ ഈ കഥ ആസ്വദിക്കുകയും മലയാളത്തിൽ കൂടുതൽ ചരിത്ര രഹസ്യങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങളും നിങ്ങളുടെ ചിന്തകളും പങ്കിടാനും മറക്കരുത്. പൈറ്റ് പൈപ്പർ യഥാർത്ഥ കഥ ആയിരുന്നോ, അതോ വെറും ഹൊറർ സ്റ്റോറിയോ? കമൻറ്റ് ചെയ്യൂ. മിസ്റ്റിക് മലയാളം, ചാനൽ ഫോർ ക്യൂരിയസ് മൈൻഡ്സ്.